ഹായ്, വെൽക്കം ബാക്ക് ടു അർമാൻഡോ ബോക്സിംഗ് സീരീസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പർ കട്ട് ബോക്സിങ്ങിൽ അപ്പർ കട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, രണ്ട് പൊസിഷൻ, സൗത്ത് പോ ആൻഡ് ഓർത്തഡോക്സ്. ലെഫ്റ്റ് ലെഗ് ആണ് ഫോർവേഡ് എങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഓർത്തഡോക്സ്. ഓർത്തഡോക്സ് പൊസിഷനിലാണ് നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്നതിനെ അപ്പർ കട്ട് എന്നും റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്നത് റിയർ അപ്പർ കട്ട് എന്നുമാണ് നമ്മൾ പറയാറ്. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഗാർഡ് പൊസിഷനിൽ നിൽക്കുക. നിങ്ങൾക്ക് ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ തിരിഞ്ഞു നിൽക്കുന്നു. ഈ ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങളുടെ ഒപ്പണൻറ്റിൻ്റെ ഫേസിലേക്ക് ബോഡി എന്ത് ചെയ്യുന്നു, ത്രോ ചെയ്യുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ത്രോ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഇവിടുന്ന് ഇതാണ് മൂവ്മെന്റ്. ഇതിൽ ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഓരോ സിനാരിയോയിലും ഓരോ സ്റ്റൈലിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പഞ്ച് വരുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ട് അപ്പർ കട്ട് എന്ന് പറയുന്നത് ഒന്നുമില്ല, ജസ്റ്റ് ഒപ്പണന്റിന്റെ താടിയല്ലിൻ്റെ, അതായത് ഈ ഒരു റീജിയനിലേക്കാണ് നമ്മളെ പഞ്ച് പോകേണ്ടത്. ഇവിടുന്ന് സ്ട്രെയിറ്റ് പഞ്ച് ചെയ്യുന്നു. ഇതാണ് മൂവ്മെന്റ്. ഇനി ഇതിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ? ടോളർ, നമ്മുടെ സെയിം ഹൈറ്റ്, പിന്നെ ഷോർട്ടർ ആയിട്ടുള്ള ഒരാൾ, പിന്നെ എങ്ങനെ പവർ കൂടുതൽ എടുക്കാം, എങ്ങനെ ക്വിക്കായിട്ട് ചെയ്യാം, എത്രത്തോളം നമുക്ക് പവറിൽ നമുക്ക് ഇതിന് അപ്പർ കട്ട് ചെയ്യാൻ പറ്റും, അതിനെല്ലാം നമുക്ക് ചെറിയ ചെറിയ വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാറ്റഗറിയിലും നമുക്ക് പഞ്ച് ത്രോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണെങ്കിൽ താടിയലിന് നേരെ ജസ്റ്റ് എന്താണ്, ഇതാണ് മൂവ്മെന്റ്. ഇതിൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ താടിയലിന് നേരെ ഇവിടുന്ന് ജസ്റ്റ് കൈനെ കൊണ്ടുപോകുന്നതാണ് മൂവ്മെന്റ്. ഇപ്പം ഞാൻ എന്താ ചെയ്തത്, ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിനെ എനിക്കൊന്ന് പെർഫെക്റ്റ് ആക്കണം, കുറച്ചുകൂടെ എന്താണ് ബെറ്റർ പോർഷനിലേക്ക് വേണം, കുറച്ചുകൂടെ പവർ ഇൻക്രീസ് ചെയ്യണം. ഇപ്പം നിങ്ങളുടെ ഹൈറ്റുള്ള ഒരാളാണ്, ഇപ്പം എൻ്റെ ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ അതിൽ പവറുമില്ല. ഇപ്പം ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഐസ്ക്രീമിൻ്റെ നമ്മളിങ്ങനെ കോരിയെടുക്കല്ലോ, അപ്പം ആ ഒരു ചെറിയൊരു മൂവ്മെൻ്റ്, ഒരു ടിക്ക് ചെയ്യുന്ന, നമ്മൾ ഷാർപ്പ് ടിക്ക് അല്ലാണ്ട് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ്, ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, കൈനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടുന്ന് ചെറിയൊരു എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു ആർച്ച്. ഈ ആർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹിപ്പിനൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ലെഫ്റ്റ് ഷോൾഡറിനെ അപ്പ് ചെയ്ത് വെക്കുന്നു നിങ്ങളുടെ ഗാർഡായിട്ട്. കൂടാതെ എൻ്റെ ടോയിന് ഞാൻ ലൈറ്റായിട്ട് എന്ത് ചെയ്യുന്നു, ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ എൻ്റെ ബോൾ ഓഫ് ദ ഫുട്ട് എന്നാണ് നമ്മൾ അതിനെ പറയാം. അതായത് നമ്മുടെ ടോയിൻ്റെ താഴ്ഭാഗത്തെ പറയുന്നതാണ് ആ ഒരു ബോൾ ഓഫ് ദ ഫുട്ട് എന്ന് പറയുന്ന റീജിയൻ. അതിനെ ജസ്റ്റ് ആയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് അപ്പ് ചെയ്യുക. ഇത്തരത്തിലാണ് അപ്പർ കട്ട് നമ്മൾ ചെയ്യുക. ഒന്നുകൂടെ നോക്കിക്കോളൂ. ഇവിടുന്ന് ഒരു ആർച്ച് ചെയ്ത് വരുന്നു, അതിൽ എൻ്റെ ഷോൾഡർ അപ്പ് ചെയ്ത് എൻ്റെ ഹിപ്പിനെ ഞാൻ ലൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്തു. ഇനി ഇത് തന്നെ റിയർ അപ്പർ കട്ട് ആവുന്ന സമയത്തും ഇത്തരത്തിൽ തന്നെയാണ് വരിക. നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസ് ഗാർഡിൽ തന്നെ നിൽക്കുന്നു. പഞ്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു സ്കൂപ്പ് ചെയ്യുന്ന മൊമെന്റിൽ ബോഡീനെ തിരിക്കുന്നു. സൈഡ് വ്യൂ ആവുന്ന സമയത്ത് ഇവിടെ എൻ്റെ ചിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഷോൾഡറിനെ ഞാൻ അപ്പ് ചെയ്യുന്നു, ആൻഡ് ഹിപ്പിനെ ഞാൻ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷ പറയുകയാണെങ്കിൽ, നിങ്ങൾ എങ്ങനെയാണോ 2 എന്ന പഞ്ച് ചെയ്യുന്നത്, സെയിം മൂവ്മെന്റ് എന്ന അതിൽ ആംഗിൾ നമ്മുടെ ഹാൻഡ് വരുന്നൊരു പൊസിഷനിൽ മാത്രം ചേഞ്ച് വരുള്ളൂ. ബാക്കി ലോവർ ബോഡി മൂവ്മെന്റ് കാര്യങ്ങളെല്ലാം എന്താണ്, ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആൻഡ് പഞ്ച് പോകേണ്ട നമ്മുടെ ഫേസിന് ഫ്രണ്ട് തന്നെ അപ്പർ കട്ടോ. ഞാൻ ചില വീഡിയോസിലും ചില ആൾക്കാരെല്ലാം ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങനെയുള്ള ലീൻ ചെയ്തിട്ട്, ഇപ്പം നിങ്ങൾ ഇങ്ങനെ ലീൻ ചെയ്തു, ഇപ്പം ഞാൻ ഇവിടെ അപ്പർ കട്ട് ചെയ്യുക, ഒരു പഞ്ചിന് മിസ് ചെയ്ത് ഇങ്ങനെ ലീൻ ചെയ്തു,